വയറ്റിൽ കത്രികയുമായി ദുരിത ജീവിതം നയിച്ച ഹർഷിനയ്ക്ക് ജോലി നൽകി സർക്കാർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലാണ് നിയമനം. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇന്ന് ഹർഷിനെ സന്ദർശിച്ചിരുന്നു. നഷ്ടപരിഹാരം നമുക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം എത്രയാണോ അത് തീർച്ചയായും നമുക്ക് നൽകുന്ന ഉറപ്പ് തന്നിട്ടുണ്ട് നമുക്ക് മുഖ്യമന്ത്രി. 50 ലക്ഷമാണോ അങ്ങനെയാണോ? എത്ര ലക്ഷം എന്നുള്ളതല്ല, നമുക്ക് അർഹതപ്പെട്ടത് എത്രയാണോ അതത്രയും. ഇത് ഞാൻ ഏറ്റെടുത്ത കേസല്ലേ, ഇനി ഇവിടെ കൂടുതൽ സംസാരത്തിനൊന്നും ആവശ്യമില്ല. അതെന്താണോ അത് ചെയ്തു തരും എന്നുള്ളത് തന്നെ ഉറപ്പ് തന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ചെയ്തോളാം എന്നുള്ളതാണ് കേസ്. അത് അങ്ങനെ നടക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതതിനനുസരിച്ച് വരുന്ന എന്താണോ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചെയ്യാന്നുള്ളതിൽ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. നഷ്ടപരിഹാരം നമുക്ക് അർഹതപ്പെട്ട രാഹുൽ കെ വി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഹർഷനയുടെ പ്രതിഷേധം സമരമൊക്കെ കേരളം കണ്ടതാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു സർക്കാർ മാറി വന്നപ്പോൾ ഹർഷനയെ സംബന്ധിച്ച് നീതി ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇന്ന് മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കണ്ടിട്ടുണ്ടായിരുന്നു. തനിക്ക് ജോലി ലഭിക്കും, ഒപ്പം ഉണ്ടാകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ ജോലി നൽകിക്കൊണ്ടുള്ള ഉത്തരവും വരുന്നു. പൂജ, അതെ, ഹർഷിനയുടെയും ഒപ്പം പിന്തുണച്ചു നിന്ന സമരസമിതിയുടെയും പോരാട്ടമാണ് ഫലം കാണുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ഹർഷിന തിരുവനന്തപുരത്തെത്തി കണ്ടു. അവിടെ നിന്ന് തിരിച്ചു കയറുന്നതിന് മുൻപ് തന്നെ ഹർഷിനയുടെ കാര്യത്തിൽ നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്നതാണ്. നാളെ തന്നെ ഹർഷിന ജോലിയിൽ പ്രവേശിക്കും. ഹർഷിനയുടെ പ്രസവ ശസ്ത്രക്രിയ മൂന്നാമത് പ്രസവ ശസ്ത്രക്രിയ എവിടെയാണ് നടന്നത്? അതേ ആശുപത്രിയിലാണ് ഹർഷിനയ്ക്ക് ജോലി സർക്കാർ നൽകുന്നത്. 2017 നവംബർ 30-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഹർഷനയുടെ മൂന്നാമത് പ്രസവ ശസ്ത്രക്രിയ നടക്കുന്നത്. അതിനുശേഷം ഇവിടെ വെച്ചാണ് കത്രിക കുടുങ്ങിയതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതും. അപ്പോൾ നീതി തേടി ഹർഷന പോരാട്ടത്തിലാണ് വർഷങ്ങളായി. 5 വർഷക്കാലമാണ് കത്രിക വയറ്റിൽ പേറി ദുരിത ജീവിതം നയിച്ചിരുന്നത്. ഹർഷനയ്ക്ക് നീതി ഉറപ്പാക്കും, അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശൻ, ഇപ്പോൾ ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ മുരളീധരനൊക്കെ ഹർഷനയുടെ സമരപ്പന്തലിൽ പോയി ഉറപ്പ് നൽകിയിരുന്നതാണ്. മറ്റു മുതിർന്ന UDF നേതാക്കളും ഹർഷനയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നതാണ്. അപ്പോൾ സർക്കാർ അധികാരത്തിലേക്ക് വന്ന് ഭരണമാറ്റം ഉണ്ടായി ഉടനെ തന്നെ ഹർഷനയുടെ കാര്യത്തിൽ അനുകൂല തീരുമാനം സർക്കാർ എടുക്കുന്നു എന്നതാണ്. ഹർഷനയുടെ പ്രസവ ശസ്ത്രക്രിയ എവിടെയാണോ നടന്നത്, ആർക്കെതിരെയാണോ പരാതി ഇത്രയും കാലം ഉന്നയിച്ചിരുന്നത്, അതേ ആശുപത്രിയിൽ തന്നെയാണ് ഹർഷനയ്ക്ക് ജോലിയും ലഭിക്കുന്നത്. ഓഫീസ് അറ്റൻഡന്റ് OA ആയാണ് ഹർഷന നാളെ തന്നെ ജോലിയിൽ പ്രവേശിക്കുക. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിനെ ബന്ധപ്പെട്ട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം അർഹമായ നഷ്ടപരിഹാരവും ഹർഷനയ്ക്ക് ഉറപ്പാക്കുമെന്ന് സർക്കാർ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിലും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട്. അതെന്താണ് എന്ന കാര്യത്തിൽ കൂടി അടുത്ത ദിവസങ്ങളിൽ വ്യക്തത ഉണ്ടാകും എന്നാണ്. അതായത് എത്രയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അർഹമായ നഷ്ടപരിഹാരം ഉണ്ടാകുമെന്നാണ് ഹർഷന. രാഹുൽ കെ വി ആണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലാണ് ഹർഷനയ്ക്ക് നിയമനം ലഭിച്ചിരിക്കുന്നത്.